കാണാത്തവർക്കൊരു കാര്യം പറയാം, അവസാനം എണീറ്റ് പൊയ്ക്കളയല്. അവസാനം ഏറ്റവും ലാസ്റ്റ് ഒരു അടിപൊളി സീക്വൻസ് ഉണ്ട്. മറ്റേ ഒരു പെണ്ണ് പറഞ്ഞ പോലെ പഴയ ഇന്ത്യനായിരുന്നു നന്നായിരുന്നു, അത് മാത്രം മതിയായിരുന്നു, പുതിയ ഇന്ത്യ എടുക്കേണ്ടില്ലായിരുന്നു. അങ്ങനെയല്ല, നമ്മളെ പ്രതീക്ഷ വേറെയായിരുന്നു, അതിലൊന്നുമില്ല. ഈ രണ്ട് വിരലും വെച്ച് മാത്രം നാട് നന്നാക്കാൻ പറ്റുമോ? ആകെ പറയാനുള്ള ഒരേ ഒരു കാര്യം മാത്രമാണ്, ഇതിൻ്റെ മ്യൂസിക് വളരെ മോശമായിപ്പോയി. കാരണം മ്യൂസിക് അനിരുദ്ധിനെ കൊടുക്കുന്നതിന് പകരം എ.ആർ. റഹ്മാൻ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ ഈ മൂവി വളരെ ബെറ്ററായി മാറുമായിരുന്നു. കാരണം ബാക്ക്ഗ്രൗണ്ട് സ്കോർ വളരെ മോശമായിരുന്നു. അതാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കി മൂവീസ് ഇതൊരു ട്രെയിലാണ്. കാര്യം നെക്സ്റ്റ് വരുന്ന ഇന്ത്യൻ 3യുടെ ഒരു ആരംഭം എന്ന നിലയ്ക്ക് ബേസ് ഒരുങ്ങി വരുന്ന ഒരു ഇത് മാത്രമാണ്. നെക്സ്റ്റ് ഇതിലാണ് വാർ മോഡ് എന്നാണ് പറയുന്നത്, ഇന്ത്യൻ 3. അപ്പോൾ വാർ മോഡ് ആകുമ്പോൾ മിക്കവാറും അതിനകത്ത് കൂടുതൽ ഫൈറ്റും കൂടുതൽ ത്രില്ലും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മ്യൂസിക് അടുത്ത 3ലേക്ക് എ.ആർ. റഹ്മാനെ തന്നെ തിരിച്ചു കൊണ്ടുവരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പടം ഓവറോൾ പറയുകയാണെങ്കിൽ 3 മണിക്കൂർ അടിപൊളിയാണ്. സിദ്ധാർത്ഥിൻ്റെ അഭിനയം എടുത്തു പറയേണ്ട അഭിനയം കാര്യങ്ങളാണ്. പിന്നെ കാണാത്തവർക്കൊരു കാര്യം പറയാം, അവസാനം എണീറ്റ് പൊയ്ക്കളയല്. അവസാനം ഏറ്റവും ലാസ്റ്റ് ഒരു അടിപൊളി സീക്വൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇരുന്ന് കാണുക. എനിക്ക് ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗായിട്ട് തോന്നി, ചെറിയ രീതിക്ക് ഒരു ലാഗായിട്ട് തോന്നി. പക്ഷേ സെക്കൻഡ് ഹാഫ് എൻഗേജിങ് ആണ്, നല്ലതാണ്. ഫസ്റ്റ് പാർട്ട് കണ്ടായിരുന്നു ഇന്ത്യൻ ആദ്യത്തെ? ഫസ്റ്റ് ഞാൻ 4-5 പ്രാവശ്യം കണ്ടാണ്. അതെ. രണ്ടുപേരും കമ്പയർ ചെയ്യേണ്ടതിൽ ആവശ്യമുണ്ടോ, അല്ല ഇത് ഒരു പുതിയ രീതിയിലാണ് പോകുന്നത്? അല്ല, ഇന്ത്യൻ ഫസ്റ്റ് കണ്ടിരിക്കണം, അത് മസ്റ്റായിട്ട് കണ്ടിരിക്കണം. കാരണം അല്ലെങ്കിൽ ഇതിൽ കുറച്ച് സീക്വൻസ് ഓവറായിട്ട് തോന്നും, അല്ലെങ്കിൽ എക്സാജുറേറ്റഡ് ആയിട്ട് ഇത് അല്ലെങ്കിൽ ലോജിക്കൽ അല്ലാത്തതുപോലെ തോന്നും. അതുകൊണ്ട് ഫസ്റ്റ് കണ്ടിരിക്കണം. അതിൽ കാരണം ഇതിൽ കുറച്ച് BGMസും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ചെയ്യുന്നിടത്ത് ഇടുന്നുണ്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് കണ്ടാലേ ആ BGM വരുന്ന പോർഷൻ നമുക്കൊരു ഇമോഷണലി കണക്റ്റ് ആവണമെങ്കിൽ ഫസ്റ്റ് കണ്ടാലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. പടം അത്ര പോരാ. പഴയ ഇന്ത്യനായിരുന്നു നന്നായിരുന്നു, അത് മാത്രം മതിയായിരുന്നു, പുതിയ ഇന്ത്യ എടുക്കേണ്ടില്ലായിരുന്നു. ഉള്ള വിലയും കൂടെ പോയി. ആ പഴയ ഒരു എഫക്റ്റും ഇല്ല. മ്യൂസിക്കിൻ്റെ പ്രോബ്ലം ഉണ്ട്. മ്യൂസിക്കൊന്നും എ.ആർ. റഹ്മാനാണ് ഏറ്റവും ബെസ്റ്റ് മ്യൂസിക്. പാട്ടില്ല. ഇന്ത്യൻ ആയിരുന്നു ഏറ്റവും ബെറ്റർ ആയിരുന്നു. ഇത് ആവശ്യമില്ലായിരുന്നവരുന്നു തോന്നുന്നു. നല്ലൊരു ശങ്കറിൻ്റെ ആ വില ആ ഫസ്റ്റ് ഇന്ത്യയിലൂടെ നിലനിന്നതാണ്. ഇനി സിനിമ എടുത്ത് 3 ഇനി എന്താവുമെന്ന് അറിയില്ല. അത് വരാതിരിക്കണം ഏറ്റവും ബെറ്റർ. വളരെ വളരെ മോശം. ശങ്കറിൻ്റെ ഒരു സ്റ്റാൻഡേർഡും ഈ പടത്തിലില്ല. അങ്ങനെയല്ല, നമ്മളെ പ്രതീക്ഷ വേറെയായിരുന്നു, അതിലൊന്നുമില്ല. ഈ രണ്ട് വിരലും വെച്ച് മാത്രം നാട് നന്നാക്കാൻ പറ്റുമോ? രണ്ട് വിരൽ വെച്ച് നാട് നന്നാക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അതാണ് അതിൻ്റെ ബ്രോ. മോശം പടം ബ്രോ, കൊള്ളത്തില്ല. ഈ പടം പോസിറ്റീവ് ഒന്നുമില്ല പറയാം. നമ്മൾ കമൽഹാസൻ്റെ തന്നെ കരിയറിൽ വേഴ്സ് പടമാണെന്ന് തോന്നുന്നത്. ഹിറ്റാവുമല്ലോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. 3 ദുരന്തം. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു പാട്ടുമുള്ള ആ ഒരൊറ്റ പാട്ട്, ആ വിഷ്വൽ, അതിൻ്റെ ഒരു വിഷ്വൽ മാത്രമുള്ള, വേറെ ഒന്നും. 3 മണിക്കൂർ കൂടി പോയി അങ്ങനെ ലാഗ് ഫീൽ ചെയ്ത് അങ്ങനെ എന്തെങ്കിലും ആണോ? ലാഗ് എന്ന് പറയുന്നത് ആവശ്യമില്ലാത്ത ലാഗ്, വലിയ